എന്റെ കർത്താവേ, ഞാൻ ചെയ്തിട്ടുള്ള ധർമ്മങ്ങളിൽ സൂക്ഷിച്ചിട്ട് നിന്റെ ജനത്തിൽ നിന്ന് നിന്റെ കരുണയാകുന്ന കൃപയെ അകറ്റിക്കളയരുതേ. എന്റെ കർത്താവേ, നിന്റെ ചെയ്തിട്ടുള്ള അന്യായങ്ങളും പാപങ്ങളും നിമിത്തം നിന്റെ തിരുനാമത്തെ വഹിച്ചിരിക്കുന്നവരുടെ കുർബാനകളും നിനക്ക് വെറുപ്പ് തോന്നരുതേ. എന്റെ കർത്താവേ, നിന്റെ മുമ്പാകെ വച്ചിരിക്കുന്ന കുർബാനയിൽ നിന്ന് എന്റെ ശരീരത്തിന്റെ പിഴകളും എന്റെ ആത്മാവിന്റെ ഭക്ഷണത്വം നിമിത്തം നീ ഉദാസീനായിരിക്കരുതേ. കർത്താവേ, പാപിയും ത്യാജനും എന്ന പോലെ സൂക്ഷിക്കുകയും എന്റെ നിമിത്തം എന്റെ ജനത്തോട് നീ കോപിക്കരുതേ. കർത്താവേ, ഇത് നാളുകൊണ്ട് ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളായ സംസാരങ്ങളെ നീ ഓർക്കരുതേ. കണ്ടാലും ഈ നേരത്തിൽ നിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്ന നിന്റെ ഈ സഭയ്ക്ക് അനുഗ്രഹങ്ങളും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ പ്രാർത്ഥനകളും യാചനകളും നിഷ്പ്രയോജനങ്ങളായി തീർന്നു പോകരുതേ. എന്റെ കർത്താവേ, എന്റെ സ്വന്തതിന്മയെ നീ സൂക്ഷിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരും നിന്റെ വിലയേറിയതാൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളവരുമായിരുന്നവരിൽ നിന്ന് നിന്റെ കരുണയുടെ ദാനത്തെ നീ വിരോധിക്കരുതേ. പിന്നെയോ കർത്താവേ, നിന്റെ ചെവി ചായിച്ച് എന്റെ അപേക്ഷയെ നീ കേൾക്കണമേ. എന്റെ പിഴകളെ പരിഹരിക്കണമേ. എന്റെ പാപങ്ങളുടെ മാലിന്യത്തെ കഴുകിക്കളയണമേ. എന്റെ ഹൃദയത്തിന്റെ അശുദ്ധതയെ നിർമ്മലീകരിക്കണമേ. നിന്റെ കരുണയാകുന്ന സോപ്പായാൽ എന്റെ കറകളെ വെണ്മയാക്കണമേ. പാപത്തിന്റെ സകല മലിനതയിൽ നിന്നും എന്റെ നിരൂപണയെ നീ വെടിപ്പാക്കണമേ. എന്റെ അതിരങ്ങൾ വിനോദകരവും ആക്ഷേപകരവും നിന്നാകരവുമായ സംഭാഷണം ചെയ്യാതിരിക്കാനായി എന്റെ വായിക്കും എന്റെ നിരൂപണയ്ക്കും നീ കാവൽക്കാരനെ നിയമിക്കണമേ. ഉണർവിലും ഉറക്കത്തിലും എന്റെ നേരെ ജ്വലിക്കുന്ന നിന്യങ്ങളും അശുദ്ധങ്ങളുമായ വിചാരങ്ങളാൽ എന്റെ ഹൃദയം വല്ലപ്പെടുമാറാകരുതേ. വ്യർത്ഥമായ സ്മരണകളിലും അന്യായമായ ചിന്തകളിലും ഉൾപ്പെടാതിരിക്കാനായി നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഭയത്താൽ എന്റെ നിരൂപണങ്ങളെ നീ ബന്ധിക്കണമേ. കർത്താവേ, ആത്മാവിന്റെയും ശരീരത്തിന്റെയും വെടിപ്പോടെ ഞാൻ നിന്നെ വിളിക്കുവാനും നീ എന്നോട് ഉത്തരവാനും ഞാൻ അപേക്ഷിക്കുവാനും എനിക്കും ഈ വിശുദ്ധ കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ മുമ്പാകെ നിൽക്കുന്ന നിന്റെ ഇടവകയൊക്കെയുമായി അനുഗ്രഹങ്ങളും കരുണയും പാപങ്ങളുടെ മോചനം കൈക്കൊള്ളുവാനുമായിട്ട് നീ കൃപ ചെയ്യുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമാകുന്നു. നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബകുലസ്ബാൻ ലൗൽമീ